ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പല പ്രേമങ്ങളും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതൊരു ജെനുവിൻ പ്രേമമാണ് അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ പ്രണയമാണെന്ന് തോന്നും. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. അതിലൊരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രണയം എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഈ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രണയം നമുക്ക് എങ്ങനെ കണ്ടെത്താം? അങ്ങനെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ആ ഒരു പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എപ്പോഴും കോൾ ചെയ്യുന്നുണ്ടാവും, മെസ്സേജ് അയക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും ഫുൾ ടൈം. പക്ഷെ നമ്മൾ ആ കോൾ ചെയ്യുന്നതും ഒക്കെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. നമ്മൾ ഈ സെക്ഷൽ ടോക്കിന് വേണ്ടി മാത്രമായിരിക്കും ഈ എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്യുന്നത്. ഇതൊരു ഫേക്ക് പ്രണയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നേരെ മറിച്ച് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിലേഷനിൽ ഏത് നേരം ഫുൾ ടൈം ഈ ഇങ്ങനത്തെ ബാഡ് ടോക്ക് ഉണ്ടാവണമെന്നില്ല. ശരിക്കും നമ്മുടെ ഹെൽത്തി റിലേഷൻഷിപ്പ് ആയാലും ഒരു 20% ഒക്കെ ഇങ്ങനത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ഫുൾ ടൈം അത് തന്നെയാണ്, അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു റിയൽ ലവിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങളെ ബോഡി ഇങ്ങനെ കമ്പയർ ചെയ്തിരിക്കും. അതേപോലെ പോൺ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടൊക്കെ നിങ്ങളെ കമ്പയർ ചെയ്യാനൊക്കെ തുടങ്ങും ഈ ഒരു വ്യക്തി, ഈ ഒരു റിയൽ അല്ലാത്തൊരു വ്യക്തി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ജെനുവിൻ റിലേഷൻഷിപ്പ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് ഡേയ്സേ ആയിട്ടുണ്ടാവുള്ളൂ. അതിനുള്ളിൽ തന്നെ അവരെല്ലാ രഹസ്യങ്ങളും പറഞ്ഞിരിക്കും. അവരുടെ ലൈഫിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയതും അതേപോലെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമായ എല്ലാ രഹസ്യങ്ങളും അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഇവരുടെ പാർട്ട്ണറോട്. അപ്പോൾ നമുക്ക് കണ്ട ഉടനെ ഒരാളോട് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഫുൾ ആൻഡ് ഓപ്പൺ ആയിട്ട് പറയുന്നത് അതൊരു നല്ല റിലേഷൻ്റെ ഒരു ലക്ഷണമല്ല. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ നടന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തിയോട് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സമയം വേണം. കുറച്ച് സമയം എടുത്ത് നമ്മൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കി അവരെങ്ങനെയാണ് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അവർ റിയാക്ട് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ നമുക്കും പറയാനുള്ള ഒരു ധൈര്യം വരുള്ളൂ. അപ്പോൾ അതുമല്ല, ഒരു വ്യക്തിയെ കണ്ടു, ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ പ്രണയത്തിലായ ഉടനെ തന്നെ നിങ്ങൾ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരാൾക്കും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനോ അല്ലാതെ അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു, അത്രയധികം മനസ്സിലാക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്കതങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 100% ജെനുവിൻ ആയ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതിലൊരു സമയം ആവശ്യമാണല്ലേ, ഒരു നിശ്ചിത സമയം അതിലാവശ്യമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പതിയെ പറഞ്ഞു തുടങ്ങും, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങും. പിന്നെ നമ്മൾ വേണമെങ്കിൽ പറയാം, നീ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സമയം എടുത്തതിന് ശേഷം പറയാം. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളൊരു റിലേഷനിൽ ഏർപ്പെടുമ്പോൾ അവർ പറയും നിങ്ങളുടെ ക്യാരക്ടർ മാറ്റണം, ഈ ക്യാരക്ടർ ശരിയല്ല. അതേപോലെ തന്നെ വേറൊരു വ്യക്തിയുമായി നിങ്ങളെ കമ്പയർ ചെയ്യും. അവരുടെ ആ ഒരു സംസാര ശൈലി, അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ ഒത്തിരി നല്ലതാണല്ലോ, നീയും അവരെ പോലെ ആവണം എന്നീ കാര്യങ്ങളൊക്കെ ചില പാർട്ട്നേഴ്സ് നമ്മൾ പറയുന്നതായിട്ട് കേൾക്കാം. അപ്പോൾ നല്ലൊരു റിലേഷനിൽ ഒരിക്കലും ഇങ്ങനത്തെ ഉള്ളൊരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഈ കമ്പയർ ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ചിലർ ഈ തമാശക്കൊക്കെ വേണ്ടി കണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ പറയും, ജസ്റ്റ് ഒരു ജോക്കിന് വേണ്ടി പറയുന്നതാണ്, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ അങ്ങനത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അവർ വേറൊരു വ്യക്തിയെ കൊണ്ട് നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കേൾക്കണ നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ ഇപ്പം എത്ര വലിയ സംഭവമാണോ, എനിക്കിതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ, പിന്നെ എന്തിനു ഞാൻ മാറണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സത്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആക്കേണ്ടത്, എപ്പോൾ നിങ്ങൾക്ക് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നിടത്തോളം മാത്രം നിങ്ങൾ ഒരു ക്യാരക്ടർ ചേഞ്ച് ആക്കിയാൽ മതി. അല്ലാതെ വേറൊരാൾ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യഥാർത്ഥമായൊരു പ്രണയം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എപ്പോഴും ഒരു രഹസ്യമായിട്ട് ഇരിക്കും കേട്ടോ. എപ്പോഴും അവരൊരു രഹസ്യമായിട്ട് സൂക്ഷിക്കാനായിരിക്കും അത് വിചാരിക്കുന്നുണ്ടാവും. കാരണം അവരുടെ ഫാമിലിക്ക് അത് അറിയുന്നുണ്ടാവില്ല, അവരെ കുറച്ച് ഫ്രണ്ട്സിന് അത് അറിയുന്നുണ്ടാവില്ല, അവരെ ഏറ്റവും അടുത്ത
ഫ്രണ്ട്സിന് പോലും നിങ്ങളേക്കുള്ള ഈ ഒരു റിലേഷൻ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കാൻ അവർ നിങ്ങളോട് ഒരുപാട് റീസൺ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആ റീസൺ കേട്ടിട്ടൊന്നും വലിയൊരു സത്യസന്ധത ഇല്ലായ്മയൊക്കെ ആയിട്ട് തോന്നാം. പക്ഷെ അവരങ്ങനെ ഒരുപാട് റീസൺ നിങ്ങളെ പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ചേ ഇരിക്കും. അപ്പോൾ റിയൽ അല്ലാത്ത ഒരു പ്രണയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ഇത്. ആ ഒരു പ്രണയം എപ്പോഴും രഹസ്യമായിട്ട് വെക്കാനേ ശ്രമിക്കുള്ളൂ. നമുക്കൊക്കെ വേണമെങ്കിൽ ഇപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ എല്ലാവരുടെ റിലേഷൻ നമുക്ക് രഹസ്യമായി വെക്കേണ്ട ഒരു സാഹചര്യം വരും. അതിപ്പോൾ എല്ലാ റിലേഷനിലും ഉള്ളതാണ്. ഇത് അങ്ങനെയല്ല പറയുന്നത്. എപ്പോഴും നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഈ ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കല്ലാതെ വേറൊരാൾക്കും അറിയുന്നുണ്ടാവില്ല. അത്തരത്തിലായിരിക്കും അവർ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളെ പാർട്ട്ണറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരിലോ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷനിലല്ല, ഒരു ഫേക്ക് റിലേഷൻഷിപ്പിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഒരു റിലേഷൻ നിർത്തേണ്ട സമയം വളരെ വൈകിയിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ പോയിന്റായിട്ട് വരുന്നത്, നമ്മളിപ്പോൾ പല റിലേഷനിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരുപാട് ബാഡ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് കണ്ട് നമ്മുടെ ദേഷ്യം അവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ തെറിയൊക്കെ വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, നമ്മളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു റിലേഷനിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു സംഭവം കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് അവരുടെ അമ്മേനെ ഇങ്ങനെ ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ സിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മളുമെന്ന് പറയുന്നത്. ഒരിക്കലും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഈ ഒരു ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്ത് കണ്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഇതുപോലെ വിളിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു 100% റിയൽ ആയിട്ടുള്ള ഒരു പ്രണയത്തിൽ നിങ്ങളെ അവരൊരിക്കലും ആ ഒരു ലാംഗ്വേജ് വെച്ച് പ്രസൻറ്റ് ചെയ്യില്ല. കാരണം അവർക്കത് നല്ലൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ 100% സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഫേക്ക് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില റിലേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ പാർട്ട്ണർ സിഗരറ്റ് അതേപോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ മാക്സിമം അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ നിങ്ങളെപ്പോഴും സേഫ് ആവാനാണ് അവർ ആഗ്രഹിക്കുക, നല്ല കംഫർട്ടബിൾ ആവാനാണ് അവർ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ അവരുടെ ഈ സ്വഭാവങ്ങളൊന്നും നിങ്ങളെ അടുത്ത് വരുമ്പോൾ അവർ ആ ഒരു ഇതൊക്കെ മാറ്റി വെക്കും. ഇത് നല്ലൊരു റിയൽ ലവിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇപ്പോൾ ഒരു ഫേക്ക് ലവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്നും അവിടെ കാണാൻ പറ്റില്ല. എപ്പോഴും നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഒരു നല്ലൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സമയത്തെങ്കിലും അതൊക്കെ മാറ്റി വെക്കും. നിങ്ങളോട് അങ്ങനത്തെ ഒരു പെരുമാറ്റം അവർക്ക് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉയർന്ന സ്ഥാനമായിരിക്കും ഉണ്ടായിരിക്കുക. നേരെ മറിച്ച് നമ്മുടെ ഫേക്ക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു രീതിയിലുള്ള സ്ഥാനം ഉണ്ടാവില്ല, ഇതുപോലത്തെ ഒരു സംഭവങ്ങളും അവിടെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഒരു ഫേക്ക് റിലേഷൻഷിപ്പിൽ നടക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ പോയിന്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ലവിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവരൊന്നും നമുക്കങ്ങനെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇനിയിപ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും തോറും അതിനൊരു ഗ്യാരണ്ടിയും ഇല്ല അത് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വേറെയുള്ള ആൾക്കാരുമായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.